അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. കേരളീയ വഹാബികൾക്ക് സംഭവിച്ച അടിസ്ഥാനപരമായ വൈകല്യങ്ങളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ വൈകൃതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും കാഫിറുകളും മുശ്രിക്കുകളുമാക്കുന്നതിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലാവരാലും അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന പണ്ഡിത മഹത്തുക്കളെ പേരെടുത്തുകൊണ്ട് മുശ്രിക്കെന്നും കാഫിറെന്നും മുദ്രകുത്തിയതിൻ്റെ രേഖകൾ അറിയുകയും പഠിക്കുകയും ഉണ്ടായി. ഇന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ലോകത്തുള്ള സർവ്വ അമ്പിയാക്കളും മൗലിയാക്കളും ചെയ്തു പോന്ന പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ ആചാര അനുഷ്ഠാനങ്ങൾ അത് നിർവഹിച്ചതിൻ്റെ പേരിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും മുശ്രിക്കുകളെന്നും കാഫിറുകളെന്നും മുദ്രകുത്തിയ വഹാബികളുടെ അല്പം ചില കാര്യങ്ങൾ നമുക്കറിയാനും പഠിക്കാനും ശ്രമിക്കാം. മഹാന്മാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കളോട് പ്രയാസഘട്ടങ്ങളിൽ ഇസ്തിഗാസ നടത്തലും അവരോട് വിളിച്ച് ആവശ്യം തേടലും ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും കാലങ്ങളായി ചെയ്തു പോരുന്ന പ്രവൃത്തിയാണ്. പ്രത്യേകിച്ച് മഹാന്മാരായ ബദരീങ്ങളെ വിളിച്ചു തേടലും മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ മഹാരഥന്മാരെ വിളിച്ച് സഹായാർത്ഥന നടത്തലും ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും കാലങ്ങളായി ചെയ്തു പോരുന്ന കാര്യമാണ്. ഇത് ചെയ്യുന്ന ഒരാൾ അവൻ കാഫിറാണെന്നും മുശ്രിക്കാണെന്നും പച്ചയായി എഴുതി വെച്ചവരാണ് കേരളത്തിലെ വഹാബികൾ. അവരുടെ സൽസബീൽ മാസികയിൽ 1993 ഡിസംബർ മാസത്തിൽ ഇറങ്ങിയതിൽ അവർ പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫിറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫിറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫിറാകുന്നു, ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫിറാകുന്നു. ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളും എല്ലാ കാലത്തും ചെയ്തു പോന്നിരുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരായ ഷേഖ് ജീലാനി അടക്കമുള്ളവരെ പ്രയാസഘട്ടത്തിൽ വിളിച്ചുകൊണ്ട് രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒരാൾ കാഫിറാണ് എന്ന് വളരെ വ്യക്തമായി ഇവർ ഇവിടെ രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇവരുടെ തന്നെ മറ്റൊരു പുസ്തകത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ഇവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചത് ഇപ്രകാരമാണ്: മുഹിയുദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം ഒരാൾ തേടിയാൽ അവൻ 4 പ്രാവശ്യം കാഫിറാകും. മഹാന്മാർ അനുഷ്ഠിച്ചു പോർന്ന ഇസ്തിഗാസയെയും തവസ്സുലും ചെയ്തതിൻ്റെ പേരിൽ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും കാഫിറാക്കുന്നതിൻ്റെ ഒരു ചെറിയ രൂപം മാത്രമാണിത്. ഇനി ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും എല്ലാ കാലത്തും അവിതർക്കിതമായി ചെയ്തു പോരുന്ന ഒരു പ്രവർത്തനമാണ് മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇസ്തിഗാസ നടത്തുക എന്നത്. ഈ ഒരു പ്രവർത്തനത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ പ്രവർത്തനം അത് ബിംബാരാധനയേക്കാൾ കൊടിയ ശിർക്കാണ് എന്നാണ് കേരളത്തിലെ വഹാബികൾ അവരുടെ ലേഖനങ്ങളിൽ എഴുതി വച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സൽസബീൽ മാസികയിൽ തന്നെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും: മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാംക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയേക്കാളും കടുത്ത ശിർക്ക്. ലോകത്ത് സർവ്വ മുസ്ലിമീങ്ങളും തർക്കമില്ലാതെ ചെയ്തു പോരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുക എന്ന പ്രവൃത്തി അത് ബിംബാരാധനയേക്കാൾ കൊടിയ ശിർക്കാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ഏറ്റവും വലിയ തെറ്റായി പരാമർശിച്ച ശിർക്കാണ് ഒരു പ്രയാസവുമില്ലാതെ ഒരു വളരെ ലാഘവത്തോടുകൂടെ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും പേരിൽ ആരോപിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നു മാത്രമല്ല, ഇനി ഒരു രസകരമായ വളരെ ആശ്ചര്യജനകമായ ഒരു കാര്യം കൂടി നമുക്ക് വായിക്കാൻ കഴിയും.
ഷഹാദത്ത് കലിമയും മുസ്ലിം സമുദായവും എന്ന കെ ഉമർ മൗലവിയുടെ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നത്, ഒരാൾ ഒരു പ്രവർത്തനവും ചെയ്യാതെ വെറുതെ ഇരുന്നാൽ പോലും കാഫിറാകുമെന്നാണ് അവർ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം. മുഹിയുദ്ദീൻ ഷേഖിൻ്റെ പേരിൽ നേർച്ചയാക്കപ്പെട്ട ഒരു ആട് ഒരുവൻ്റെ വിള തിന്നാൻ ചെന്നു. അവൻ അനങ്ങിയില്ല. ഷെയ്ഖിൻ്റെ ആടാണല്ലോ. വിള തിന്നാൻ അതിനെ അനുവദിച്ചാൽ ഷെയ്ഖിൽ നിന്നും എന്തെങ്കിലും ഗുണം ലഭിക്കുമെന്ന് ആശിക്കുകയും ആട്ടിയോടിച്ചാൽ ദോഷം വരുമെന്ന് ഭയപ്പെടുകയും ചെയ്തുകൊണ്ടാണ് ഈ വെറുതെ ഇരിപ്പ്. നാവനക്കാതെ കയ്യനക്കാതെയുള്ള ഈ ഇരുത്തം പ്രാർത്ഥനാ നിർഭരമാണ്. ആ മനുഷ്യൻ കാഫിറാകാൻ അതുമാത്രം മതി. ഒരാൾ ഒരു പ്രവൃത്തിയും ചെയ്യാതെ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ ഒരാട് വന്നതും നോക്കി ഇരുന്നാൽ പോലും അവൻ കാഫിറായി പോകുമെന്നാണ് വളരെ ലാഘവത്തോടുകൂടെ ഇവർ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളെയും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ച, അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് വിശ്വസിച്ച് മനസ്സിൽ സാക്ഷ്യം വഹിച്ച ലോകത്തുള്ള സുന്നികളെ, മുസ്ലിമീങ്ങളെ കാഫിറാക്കാനും മുശ്രിക്കുകളാക്കാനും ഒരു മടിയുമില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ വഹാബികൾ. ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അവർക്ക് സംഭവിച്ച അടിസ്ഥാനപരമായ വൈകൃതങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വാക്താക്കളാകാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും പഠിപ്പിച്ചു തന്ന ആശയാദർശങ്ങളെ പിന്തുടർന്ന് ജീവിക്കാനും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.